സോ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം പിന്നെയും കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ആഗമന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ജീസസ് യൂത്തിൻ്റെ പ്രൊഫഷണൽ മിനിസ്ട്രി, അതായത് പ്രൊഫഷണലി ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ മിനിസ്ട്രിയുടെ ഒരു പ്രൊഫസ്മിസിയ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമുണ്ട്. അതിന് വേണ്ടിയിട്ട് അത് അറ്റൻഡ് ചെയ്യേണ്ടി പോവുകയാണ്. അപ്പം നമ്മുടെ പ്രൊഫഷൻ എന്തോ നൗ ലൈക്ക് നമ്മൾ ഫോട്ടോഗ്രാഫറാണ്, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. അതേപോലെ ഇപ്പം നമ്മൾ നമ്മുടെ വ്ളോഗിങ് പ്രൊഫഷനാക്കാൻ പോവാണ്. അപ്പം ആസ് എ വ്ളോഗർ അതെൻ്റെ ഒരു പ്രൊഫഷനാക്കിയിട്ട് ഞാൻ അവിടെ ഒരു പ്രൊഫഷൻസിലേക്ക് പങ്കെടുക്കാൻ പോവാം. അപ്പോൾ ഞാൻ മാത്രമല്ല, വേറെ കുറച്ച് പേരും കൂടെ ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്ന വീട്ടിൽ നിന്നാണ്. വീട്ടിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഓക്കെ. അപ്പം വെള്ളമാണ്, വീട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. ഈ ലെവൽ വരെ, ആ കാണുന്ന ലൈൻ വരെ വീട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. അത് പയ്യെ ഇറങ്ങി തുടങ്ങി. അപ്പം ഇപ്പം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് നേരെ സ്കൂട്ടറിലാണ്. സ്കൂട്ടറിൽ നമ്മൾ ആലപ്പുഴയ്ക്ക് ചെന്നിട്ട് അവിടുന്ന് ഒരാളെ കളക്ട് ചെയ്യാറുണ്ട്. അവിടെ നമ്മൾ നേരെ എറണാകുളത്തേക്ക് ട്രെയിൻ പോകാം. ഓക്കെ. അപ്പോൾ ആരാ എന്താണെന്നും എങ്ങോട്ടാണെന്നും എല്ലാം നമുക്ക് വരുന്ന കഴിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്കൂട്ടറിൽ നമ്മൾ ആലപ്പുഴയ്ക്ക് ചെന്നിട്ട് അവിടുന്ന് ഒരാളെ കളക്ട് ചെയ്യാറുണ്ട്. ആ ആൾ ഇവിടെ എവിടെയോ നിൽപ്പുണ്ട്. കൊച്ചേർക്കടാ, എൻ്റെ വ്ളോഗിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഈ തിരുമോന്ത നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സംശയിക്കേണ്ട, അത് ഇവൻ തന്നെയാണ്. കുറേ നാൾക്ക് ശേഷം വ്ളോഗിലേക്ക് വന്നിരിക്കുന്നു. ഹൈ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ പോയി ഒരു 20 രൂപയുടെ പേരിൽ വൈറലായി. ഇവൻ അങ്ങ് മഴവിൽ മനോരമയിൽ വരെ ഗസ്റ്റായിട്ട് എത്തി. ഇതൊക്കെ എന്ത്? അപ്പോൾ നമ്മൾ തിരിച്ച് ഫോട്ടോഗ്രാഫേഴ്സിലേക്ക് അല്ലേ, ബാക്ക് ടു ദ ബേസ്. A few moments later. സോ ഗൈസ്, നമ്മൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ എത്തിയായിരുന്നു. പക്ഷെ ചെറിയൊരു വേണ്ടത്ര, നമ്മൾ ട്രെയിൻ 12:30-ക്കാണെന്ന് പറഞ്ഞാൽ വന്നേ. പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ ആപ്പി നോക്കിയപ്പോഴത്തേക്കും ഞാൻ 11 മണിക്ക് വന്നു. ഇവൻ ആ ട്രെയിൻ ഇങ്ങനെ ടാറ്റ എടുത്ത് വിട്ടത് 12:10-നായിരുന്നു ട്രെയിൻ. സോ നമ്മൾ പെട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ബസ്സിന് പോകണം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് വൈറ്റിലെയോ എറണാകുളത്ത് പോകുന്ന ഏതെങ്കിലും സീറ്റുള്ള വണ്ടി പിടിക്കണം. ഈ ലഗേജുമായിട്ടില്ല ടാസ്കാ. നിനക്ക് പിന്നെ എളുപ്പമാണല്ലോ. ട്രെയിൻ കിട്ടിയില്ല, ബസ് കിട്ടിയില്ല, ഓട്ടോയും കിട്ടിയില്ല. നമ്മൾ നടന്നാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബോട്ട് പിടിക്കാം. KSRTC ബസ് സ്റ്റാൻഡിൽ പോകാൻ ഞങ്ങൾ പിന്നെയും തിരിച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഈ പോട്ടോൻ്റെ ഫോൺ അതിനകത്ത്, ഇവൻ്റെ ഫോൺ ആക്ച്വലി മിസ്സായി. ഞങ്ങൾ KSRTC ചെന്ന് കയറാൻ നോക്കിയപ്പോഴത്തേക്കും ഫോൺ കാണുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ മുഴുവൻ തപ്പി നടന്നിട്ട് കണ്ടില്ല. അവസാനം നമ്മൾ ഐഫോൺ ആയതുകൊണ്ട് ഫൈൻഡ് മൈ വെച്ചിട്ട് തപ്പാൻ നോക്കി. അപ്പോൾ ഈ പോട്ടറാണെങ്കിൽ പാസ്വേഡ് അറിയത്തില്ല. പിന്നെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാണിച്ച് ഫോണിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫോൺ ബസ്സിനകത്ത് തന്നെ തോന്നുന്നു. നമ്മളിപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്താണല്ലോ അവരിപ്പോൾ തിരിച്ചു വിളിക്കുമ്പോൾ അറിയാം കിട്ടോ ഇല്ലത്. ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്, കത്തണ വെയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്. കിട്ടി ഗൈസ്, കിട്ടി. ഞങ്ങൾ വിളിച്ച് കുറെ പ്രാവശ്യം വിളിച്ചു. സം ഐഫോൺ തിങ്സ് കണ്ടോ. നമ്മൾ അപ്പം തന്നെ ഫോൺ തപ്പി എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ട് അവർക്ക് വിളിക്കാൻ പറ്റി. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ കയറിയിട്ട് എൻ്റെ ഫോണേ, അതായത് ഇവൻ്റെ ഫോൺ ലോസ്റ്റ് ആയെന്ന് എൻ്റെ ഫോണിൽ നിന്ന് മാർക്ക് ചെയ്തേ, അവത്തെ കയറിയിട്ട് മാറ്റിയാൽ മാത്രമേ ഈ ഫോൺ പോകത്തുള്ളൂ. ഇത് ലോസ്റ്റ് എന്ന് മാറത്തുള്ളൂ. അങ്ങനെ ഗൈസ്, നമ്മൾ 20 രൂപ കണ്ടുപിടിച്ചതിൻ്റെ ഐഫോൺ നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫോൺ കിട്ടി. ഇനി നമുക്ക് നേരെ തിരിച്ച് നമ്മൾ വന്ന വഴിയെല്ലാം നടന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് ബസ് കയറി നമ്മുടെ യാത്ര തുടരാം എറണാകുളം. എന്തൊക്കെയല്ലേ ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. ഇന്നിച്ചിരി കുറച്ച് അധികം അനുഭവങ്ങൾ കിട്ടി. എനിക്കൊന്ന് ബൈക്കിലെ ബസ് ഒരെണ്ണം പോകുന്നുണ്ട്, ഓടി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമുക്ക് ബസ്സൊക്കെ എത്താണ്. ഞാൻ ഈ ഫിലിപ്പിനോട് അപ്പുറം ഇരിക്കണോ ഇപ്പുറം ഇരിക്കണോ എന്ന് വെച്ചു. വെയിൽ എവിടാന്ന് വെച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അവിടെ വെയിലെന്ത്. അപ്പോൾ ഇതേ വെയിൽ കണ്ടോ, വണ്ടി കറങ്ങോടാ. ഇപ്പം വെയിൽ. നീ ടെൻഷൻ അടിക്കണ്ട.
അവൻ പറഞ്ഞു അവിടെ വെയിലെന്ന്. അവിടെ ഉണ്ട് ഇവിടെ. എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കറക്ഷനാണ്. നമ്മൾ രാജഗിരി കോളേജ് എന്ന് പറഞ്ഞത്. ആക്ച്വലി രാജഗിരി സ്കൂൾസാണ് കളമശ്ശേരിയിലുള്ള. നല്ല ശാന്തം സുന്ദരമായ ആംബിയൻസ്. കുറേ നേരമായിട്ട് കറങ്ങി കിടക്കുവാണ്. അപ്പോൾ നമുക്ക് നമ്മളിവിടെ ഒരാളും കൊണ്ട് വ്ളോഗറായിട്ട് ഈ പ്രൊഫഷനായിട്ട് മീൻസ് കണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് നടക്കുന്ന ഒരാളും കൊണ്ട്. അത് കാസർഗോഡ് എന്നുള്ള ഗോഡ്സണാണ്. അപ്പോൾ നമുക്ക് അവനെ ഓൺലൈനായിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അവനോട് വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ അവനെ പോയി കണ്ടുപിടിക്കാം. അല്ലേ ജീവ? അതെ അതെ. ഹലോ. അപ്പം ഇതാണ് നമ്മുടെ ഗോഡ്സൺ. നമ്മൾ അറിയാമെങ്കിലും ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും കാണാം അല്ലേ? അവിടെ ഉറപ്പായിട്ടും. അതേ ജീവൻ ജീവൻ. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞു. നമുക്കിത് ടാഗൊക്കെ കിട്ടി. നമുക്ക് പാർട്ടിസിപ്പേഷൻ ടാഗാണ് കിട്ടിയേക്കുന്നത്. നോക്ക് ഗൈസ്, നമ്മുടെ പ്രൊഫഷൻ വ്ളോഗർ. ജീവൻ എന്താണ് എടുത്തേക്കുന്നത്? മീഡിയ വ്ളോഗർ. അപ്പോൾ നമുക്ക് വ്ളോഗറായിട്ട് ഇവിടെ നമ്മുടെ പ്രൊഫഷൻ വ്ളോഗറായിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. വരുന്നുണ്ട്, ബാക്കി രണ്ടു വരും. ഇവിടെ വന്നേക്കുന്ന ആരും അവരുടെ പ്രൊഫഷൻ ഈ 2-3 ദിവസം ചെയ്യത്തില്ല. നമ്മൾ മാത്രമേ പണിയെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാസ്കറ്റ് ബോൾ കോർട്ടിൽ നിന്നാണ് പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും പയ്യെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. വാ. അപ്പം നമ്മുടെ കൊന്ത കഴിഞ്ഞു, ജപമാല പ്രദക്ഷിണം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ജീവനുണ്ട്, നമ്മുടെ വേറൊരു പയ്യനോടെ കിട്ടിയിട്ടുണ്ട്. ഇവനും വ്ളോഗ് ടീമിലുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിച്ചിട്ട് വജ്രായുധം കമ്പും കോലും ഒക്കെ ആയിട്ട് നടപ്പുണ്ട്. അപ്പോൾ നമുക്ക് Insta360 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നാളെ നമുക്ക് ഇതിൻ്റെ ഷോട്ട്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി, കിഴങ്ങുണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ചപ്പാത്തി വെജിറ്റബിൾ കറി. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് മ്യൂസിക് ജാമിങ് ആണ്. അത് നമ്മൾ നേരത്തെ വന്ന സെയിം ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിനി മ്യൂസിക് വെച്ച് ജാമാം. അതന്നെ സോ ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിൽ വന്നു. അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. നമ്മൾ ഇന്ന് രാവിലെ ട്രാവൽ ചെയ്ത് ഇവിടം വരെ എത്തി. അതിൻ്റെ ഇടയ്ക്ക് മൊബൈൽ പോയി, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടായി. അതിനുശേഷം ഇവിടെ വന്ന് കറങ്ങി നടന്നു. ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എൻജോയ് ചെയ്തു. കൊന്തയും അതിൻ്റെ പ്രദക്ഷിണവും പിന്നെ അതിനുശേഷമുള്ള മ്യൂസിക് ജാമിങ്, ആക്ഷൻ സോങ്ങും പരിപാടി എല്ലാം എൻജോയ് ചെയ്ത് അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പം ഇത് തുടക്കം മാത്രം. നാളെ നമ്മൾ ഇതിൻ്റെ ബാക്കി പരിപാടികളായിട്ടായിരിക്കും. അപ്പോൾ നാളെ ഇന്നിപ്പോൾ ആക്ച്വലി കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. ഇനി ഇതിന് കൂടുതൽ ആൾക്കാർ നാളെ വരും. നാളെ കുറേ ഫാമിലീസും ആൾക്കാരൊക്കെ വന്ന് അവർ നമ്മുടെ പ്രൊഫഷൻസിലേക്ക് വരും.
അപ്പോൾ ഇനി നമുക്ക് നാളെ അവരെയൊക്കെ കണ്ട് നാളത്തെ ദിവസം അടിച്ചു പൊളിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. നാളെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ പ്രൊഫസൻസിയുടെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസമല്ല, ഡേ 1. ഇന്നലെ ഡേ 0 ആയിരുന്നു. അപ്പോൾ ഇന്ന് ഡേ 1. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിച്ചിട്ട് ഇന്നത്തെ പരിപാടികൾ തുടങ്ങാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇഡ്ഡലി സാമ്പാർ കയറ്റാം. ഓർമ്മ ചേട്ടാ ചെറുതായിട്ട്. സൈഡ് മതി. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാറും ഉണ്ട്. കഴിക്ക് ചെയ്യുക, കഴിക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഷെൽട്ടൻ ചേട്ടൻ. അപ്പോൾ ചേട്ടനാണ് രാവിലത്തെ നമ്മുടെ പ്രൈസ് അനൗൺഷിപ്പ് ലീഡ് ചെയ്തത്. ചേട്ടാ, അപ്പം ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ജോർജ് ദേവസി. ഞാൻ ആണ് ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. അപ്പോൾ ഗൈസ്, നമ്മുടെ പ്രൊഫഷണലിസ്റ്റിക നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആക്ച്വലി രാവിലെ പ്രൈസ് അനൗൺഷിപ്പ് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ക്രിസ്റ്റി സിസ്റ്റർ സെഷൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വിളിച്ചിട്ട് വേണ്ട ജോർജേട്ടൻ്റെ സെഷനും കഴിഞ്ഞു. ഇപ്പം കുർബാന എന്തോ നമുക്ക് ഇപ്പം കുർബാന നമ്മൾ കൂടുന്നില്ല. നമ്മൾ വൈകിട്ട് രാത്രിയിൽ വോളണ്ടിയേഴ്സിനുള്ള കുർബാനയുണ്ട്, അതിനകത്ത് കയറാൻ നോക്കാം. ഇപ്പം നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത് നടക്കുകയാണ് അല്ലേ? അതെ, അങ്ങനെ തന്നെ. ഗോഡ്സൺ അവൻ്റെ കണ്ടന്റുമായിട്ട് ഇറങ്ങുന്നു. നമുക്ക് അടുത്ത കണ്ടന്റ് എന്തുവാടാ? അടുത്ത കണ്ടന്റ് എന്തുവാ? ഓക്കെ, നമ്മുടെ ടാഗാണ് ഇവിടെ, പാർട്ടിസിപ്പേഷൻ ഉള്ള ടാഗാണ്. ഇതിന്റെ അർത്ഥം വോളണ്ടിയേഴ്സിന് ആരെങ്കിലും അറിയാവുന്ന ചോദിക്കാം. ഇത് ആക്ച്വലി പുതിയൊരു മീഡിയാണ്. എല്ലാരും വിളിച്ചു. അല്ല, പാർട്ടിസിപ്പേഷൻ എല്ലാത്തിലും ഉള്ളു. അപ്പം അതിന്റെ അർത്ഥം എന്തെങ്കിലും ഉണ്ടോ? ഇതിലിപ്പോ 2 ഉള്ളൂ, നമ്മളുടെ 3 ഉണ്ട്. അപ്പൊ ഈ മൂന്നാമത്തെ വേർഡ് എന്തായിരിക്കും? നമ്മള് പാർട്ടിസിപ്പന്റ് എന്താ പേര്? മുങ്ങെന്താ കാർഡില്ലേ ടാഗ്? ഇതിന്റെ എവിടെ എഴുതിയേക്കുന്നത് എന്താ? എന്തായിരിക്കും? അപ്പൊ ഏതാ ദിവസം 3 പേരുണ്ട്. മൂന്നാമത്തെ വേർഡ് എന്തായിരിക്കും? പഠിച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. ഇല്ല, നമ്മളങ്ങനെ ചെയ്യും. ഓക്കെ, എന്താ പേര്? ഓക്കെ, അപ്പം ഇത്രയും ടാഗും വെച്ചുകൊണ്ട് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന ചേച്ചിയുണ്ട്. ചേച്ചിക്ക് അറിയാമെന്ന് ചോദിക്കാം. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ മീനിങ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയണ? അർത്ഥം പറയണ. ഈ ഫസ്റ്റ് വേർഡ് എന്താ? അപ്പൊ ഈ സെക്കൻഡ് വേർഡ് കോൺഫിഡൻസ്. ഗോഡ്. തേർഡ് വേർഡ് ഇത് റിസോഴ്സസ് ആയതുകൊണ്ട് റിസോഴ്സസ്. ഗ്രേറ്റ്. ഇത് ഡിസൈൻ ചെയ്ത ആളെ നമുക്ക് കിട്ടിയില്ല. ഡയസേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ഡയസേട്ടാ, ഇതിന്റെ ശരിക്കുള്ള മീനിങ് എന്താ? കുറച്ച് കണ്ടന്റ് തന്നായിരുന്നു. ആ കണ്ടന്റൊക്കെ നമ്മൾ ഇട്ടിട്ട് മുകളിലെത്തി. ഇവിടെ എത്തിയ സത്യം പറഞ്ഞ സ്ഥലം കഴിഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കി സ്ഥലത്ത് എന്ത് വെക്കുന്നത് ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് എനിക്ക് ഒരു സാധനം കിട്ടുക. ഞാൻ അത് വെച്ചതാ. പിന്നെ പാർട്ടിസിപ്പൻസിന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഈ പാറ്റേൺ തന്നെ കാണാം. അത് വെറുതെ അല്ലാതെ എന്തെങ്കിലും പാർട്ടിസിപ്പന്റ് സ്പെല്ലിംഗ് എനിക്ക് ആ സമയത്ത് അറിയണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഡിസൈൻ ഒരു മീനിങ്ങും ഇല്ല. ഒരു മീനിങ് ഇല്ല. അപ്പം നമ്മുടെ ഇനാഗുറേഷൻ അവിടെ തുടങ്ങാൻ പോവാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. സോ ഗൈസ്, നമ്മൾ ചെറിയായിട്ട് മിസ്സായി. നമുക്ക് ഡ്രാമ തുടങ്ങിയായിരുന്നു, പക്ഷേ തിയേറ്ററിന്റെ പെർഫോമൻസ് തുടങ്ങി. നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി. കാണാം, ഇവിടെ വമ്പം പരിപാടിയാണ്. അയ്യോ അയ്യോ, കഴിഞ്ഞടാ കഴിഞ്ഞ്. ആ ഇല്ല, തുടങ്ങിയതുള്ളൂ. സോറി, എല്ലാരും കൈയടിച്ചപ്പോ വിചാരിച്ചു കഴിഞ്ഞെന്ന്. പകുതിക്ക് വന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? എന്നാലും സംഭവം സൂപ്പറാ.
കഥ അറിയാതെ ആട്ടം കാണുക എങ്കിലും സംഭവമൊക്കെ കൊള്ളാം കേട്ടോ. സെറ്റപ്പും പരിപാടിയൊക്കെ നൈസാണ്. സോ ഗൈസ്, അപ്പം താഴെ ആരാധന നടക്കുക. അപ്പൊ നമുക്ക് കുറച്ച് അടിപൊളി പടങ്ങൾ എടുത്തിട്ട് വന്നാലോ. പുറകിൽ ഒരു സൈന്യമുണ്ടാവാം. നിന്റെ കുടുംബജീവിതം ഒരു വലിയ വായടപ്പിച്ച ദൈവത്തിന് ഇത് അസാധ്യമല്ല. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അപ്പം നമ്മുടെ ആരാധന കഴിഞ്ഞ് നമുക്ക് കുറച്ചധികം നല്ല ഫ്രെയിംസ്, കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും അത് നിങ്ങളെ കാണിച്ചു തരാം. എൻ പ്രേമഗീതമാ എൻ യേശുനാഥാ നീ, എൻ പ്രേമഗീതമാ എൻ യേശുനാഥാ നീ, എൻ ജീവനേ വലിയതാണെനിക്ക്, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. സത്യം പറഞ്ഞാൽ നമ്മൾ ആരാധനയ്ക്ക് കൂടിയില്ല, ലൈക്ക് ക്യാമറ ആയിട്ട് നടക്കുമായിരുന്നെങ്കിൽ പോലും ഒരു ഒരു ഇത് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് അല്ലേടാ. ഒരു പ്രത്യേക ഒരു ആംബിയൻസ് അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ആരാധനയും ഈശോയൊക്കെ ഇത്രയും സ്നേഹിക്കുന്ന കുറേ പേരെ കാണാൻ പറ്റുന്ന തന്നെ വലിയ കാര്യം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ആരാധന കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മുടെ ഹോളിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അവിടെ സോൾ കഫേ എന്ന് പറഞ്ഞ പ്രോഗ്രാം, അതായത് ചുമ്മാ മ്യൂസിക് ജാമിങ് പോലെ നൈസാണ്, ഒരു മെലഡീസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇവിടെ വന്ന് പിന്നെ നമുക്ക് ഫുഡ് തന്നുകൊണ്ടിരുന്ന അന്നദാന പ്രഭുവാണ് ഇത്. ഈ ചേച്ചിയാണ് നമുക്ക് ഇത്രയും ദിവസങ്ങളിൽ ഫുഡ് തന്നുകൊണ്ടിരുന്നത്. അതെ, അന്നദാതാവ്. അന്നദാതാവേ അന്നദാതാവേ കുറച്ച് കഞ്ഞെടുക്കാവൂ. കുറച്ച് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കായിരുന്നു അല്ലേ? അതാ പറഞ്ഞ ഫ്രൈഡ് റൈസിനോട് ചിക്കൻ ഫ്രൈഡ് ആൻഡ് ഫ്രൈഡ് റൈസ്. നല്ല ഫ്രൈഡ് റൈസ്, ഗോബി മഞ്ചൂരി, അച്ചാർ, സാലഡ് തീർന്നു പോയി. ഫുഡ് കണ്ടാ ഫുഡ് കൊള്ളാം. അയ്യോ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഡേ 1, അതായത് ഇന്ന് ഫ്രൈഡേ ആണ്, ഡേ 1 നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൊര തന്നെ കൊര. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ എല്ലാ പരിപാടിക്കും അത്യാവശ്യം അറ്റൻഡ് ചെയ്തു. പിന്നെ കുറേയൊക്കെ ഇറങ്ങി നടന്നു, എൻജോയ് ചെയ്ത്. പിന്നെ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഡേ 1 നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഈ വ്ലോഗ് എന്താണെങ്കിലും ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ബാക്കി 2 ദിവസം കൂടെ വരുമ്പോഴത്തേക്കും കോണ്ടന്റ് ഇങ്ങനെ നിറഞ്ഞിരിക്കും. അപ്പം നമുക്കിവിടെ ഒരു മെഡിക്കൽ ടീം ഉണ്ട്, അത് ഈ വീഡിയോയിൽ നേരത്തെ കാണിക്കും. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം മെഡിക്കൽ ടീം അത് ഡോക്ടറും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. പേടിക്കണ്ട കേട്ടോ, ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. നമ്മൾ എവിടെ ചെന്നാൽ നമ്മൾ ചില്ല് ചെയ്യും, നമ്മൾ എൻജോയ് ചെയ്യും, നമ്മൾ വൈബ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഇവിടെ അടിച്ചു പൊളിച്ചു ഇന്നത്തെ ദിവസം. ഇന്നലെ ഇന്നും കൂടെ ആയിട്ട് നമ്മൾ അടിപൊളിയായിരുന്നു. ഇനി ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നവർക്കും പ്രൊഫഷണൽ മിനിസ്ട്രിക്കും എല്ലാവർക്കും ഒരു കിടിലൻ ഷൗട്ടോട് കൊടുക്കും. കാര്യം ഒരു കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ തോന്നില്ല, അതുപോലെ നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. ആൾക്കാരെ ആണെങ്കിലും ആരെയും വെറുപ്പിക്കാതെ എല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുക. ഇതുപോലത്തെ കിടിലം കണ്ടൻസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ഫോട്ടോഗ്രാഫി. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ. ഓക്കെ.